ചേലക്കര UDFിൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവുണ്ടാക്കിയ മണ്ഡലമായി മാറുകയാണ്. ഇത്രയധികം ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായിട്ടും UDFിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയാതെ പോയ മണ്ഡലം. ഈ ഒരൊറ്റ മണ്ഡലം പിടിച്ചെടുത്തിരുന്നുവെങ്കിൽ മാത്രം മതിയായിരുന്നു 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് കേരളത്തിൽ പാട്ടും പാടി ജയിക്കാം. തോൽവിയുടെ കാരണം അന്വേഷിച്ചു പോകുന്ന കോൺഗ്രസുകാർക്ക് ആദ്യം തന്നെ കിട്ടിയ ഉത്തരം KPCC നിയോഗിച്ച ചുമതലക്കാരൻ്റെ പരാജയമാണ്. വയനാട്ടിലും പാലക്കാട്ടും ചേലക്കരയിലും ഒരേ സമയത്ത് തന്നെ KPCC പല നേതാക്കൾക്ക് ഉപതെരഞ്ഞെടുപ്പ് ചുമതല നൽകി. അതിൽ ചേലക്കരയുടെ ചുമതല നൽകിയത് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാസ്, അതുപോലെ വൈസ് പ്രസിഡന്റ് സജീന്ദ്രൻ എന്നിവർക്കായിരുന്നു. അതിൽ മുഹമ്മദ് നിയാസ് ആദ്യം തന്നെ ചേലക്കരയിലെത്തി മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞത് ഇതുവരെ ഇവിടെ സംഘടനയില്ല, നേതൃത്വം പരാജയം, ദൗർബല്യം, ഇനി അത് ശരിയാക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു. ചുമതല നൽകപ്പെട്ട ഒരാൾ പോയി അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സ്നേഹവും വിശ്വാസവും ഒക്കെ പിടിച്ചു പറ്റേണ്ടുന്നതിന് പകരം അവരെ പുലഭ്യം പറഞ്ഞ് പ്രകോപിതരാക്കി ആദ്യം തന്നെ. മാത്രമല്ല, വിമതനായി മത്സരിച്ച സുധീർ പറഞ്ഞത് പ്രകാരം KPCCയും AICCയും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടു നടന്ന് സ്ഥാനാർത്ഥിയാക്കാം എന്നൊക്കെ വാഗ്ദാനം തന്നു എന്നുള്ളതായിരുന്നു. അതില്ലെങ്കിൽ തന്നെ ഈ ചുമതലക്കാരനായി ഒരാളെ വിടുന്നത് എന്തിനാണ്? മണ്ഡലത്തിൽ നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടോ, അതെങ്ങനെ പരിഹരിക്കാം, കണ്ടെത്തി നേരിൽ കണ്ട് അവരുടെ കാര്യങ്ങൾ അറിയണം. ഇതൊന്നുമില്ലാതെ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നവർക്ക് വളം വെച്ചു കൊടുത്തു ഇവർ. ഈ പറഞ്ഞ നിയാസിന് ചുമതല ഏൽപ്പിക്കുന്ന ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ചുമതല നൽകിയ കാര്യം പുനഃപരിശോധിക്കണമെന്നത്. കാരണം 28,000-ലധികം വോട്ടുകൾക്ക് ബേപ്പൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് നിയാസ്. KSUവിൻ്റെ നേതാവ് പയ്യനായിരിക്കുന്ന സമയത്ത് ആദം മുൽസി എന്ന ചെറുപ്പക്കാരൻ വെറും 5,000 വോട്ടുകൾക്ക് CPMൻ്റെ ദേശീയ നേതാവായ എളമരം കരീമിനെ തളച്ചിട്ട ആ മണ്ഡലത്തിൽ തൻ്റെ പേരറിയിച്ച വ്യക്തിപ്രഭാവം കൊണ്ട് ആ ഭൂരിപക്ഷം 28,000 CPMന് കൊടുത്ത വ്യക്തിയാണ് നിയാസ്. അങ്ങനെ സ്വന്തം നാട്ടിൽ സ്വന്തം വിജയത്തെ പോലും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റൊരു ജില്ലയിൽ പോയി കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന ചോദ്യം നമ്മൾ ആദ്യം തന്നെ ചോദിച്ചതാണ്. അവസാനം അതുപോലെ തന്നെ സംഭവിച്ചു. തങ്ങളാണ് ആ വാർത്ത ചെയ്തത് എന്നത് കണ്ട് 100 കണക്കിന് ആളുകൾ വിളിച്ചിരുന്നു, എങ്ങനെയെങ്കിലും മാറ്റാൻ പറയണമെന്ന ആവശ്യവുമായി. പക്ഷേ KPCCയുടെ തീരുമാനത്തെ മാറ്റാനൊന്നുമുള്ള ആളല്ല ഞങ്ങൾ മീഡിയ ഗ്രാമം. അവസാനം പ്രവർത്തകരുടെ ആശങ്ക തന്നെ സംഭവിച്ചിരിക്കുന്നു. അവസാന ഘട്ടത്തിൽ പണി പാളിയെന്നുറപ്പായപ്പോൾ തിരുവഞ്ചൂരും അടൂർ പ്രകാശും മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള പ്രഗത്ഭരായ കോൺഗ്രസിൻ്റെ നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുവെങ്കിലും തുടക്കത്തിൽ തന്നെ പാളിയെന്നതിൽ ഉറപ്പുള്ളതിനാൽ കാര്യങ്ങൾ കൈവിട്ടിരുന്നു. വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ചുമതലയിൽ വെള്ളം ചേർത്തു എന്നുറപ്പായതിനാൽ തിരുവഞ്ചൂരിനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾക്ക് ഈ നേതാവിനെ ശാസിക്കേണ്ടി വന്നു. എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിനെ വിജയിക്കാം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നേറുമ്പോൾ നിയാസ് എന്ന നേതാവ് കാണിച്ച കാര്യങ്ങൾ എന്താണെന്ന് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായി. ചുമതല നൽകി ചേലക്കരയിലേക്ക് അയച്ച ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവിന് അവസാന നിമിഷം മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് KPCC പരിശോധിക്കണം. ആ വിഷയം വളരെയധികം ഗൗരവമുള്ളതായതുകൊണ്ട് പാർട്ടിക്ക് നാണക്കേടാണെന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ കോൺഗ്രസ് ക്യാമ്പിലെ കാര്യങ്ങൾ CPMന് ചോർത്തിക്കൊടുത്തു എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2 തവണ ഭരണം നഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ ഓടി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ, KPCC അധ്യക്ഷൻ സുധാകരൻ, ഈ ചുമതലക്കാരൻ്റെ പ്രവർത്തനം ഇവർക്ക് തലവേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വെച്ച് പുറപ്പിക്കുന്നത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ലഭിക്കുന്ന തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത്. 2026-ലെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF അധികാരത്തിലെത്തണമെന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകാൻ ചേലക്കരയിലെ കോൺഗ്രസിൻ്റെ പരാജയം എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കുലം കുത്തികളെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താനും പാർട്ടി തയ്യാറായേ മതിയാകൂ.